ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ചാനൽ തുറന്നാൽ ഒരു കാം റിലാക്സിങ് നേച്ചറൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രിവ്യൂലും അതുപോലെ നമ്മൾ തമ്മിലും കണ്ട പോലെ തന്നെ ബ്ലാക്ക് ജേർണലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മളടുത്ത് എല്ലായിടത്തും അവൈലബിൾ ആവുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ബ്ലാക്ക് ക്രാഫ്റ്റ് പേപ്പറാണ് നമുക്ക് ആവശ്യം. ഫസ്റ്റായിട്ട് ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 10 ഷീറ്റ്സ് ഓഫ് പേപ്പേഴ്സാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ 50 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന പീസ് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണമൊന്നുമില്ല. അത് കമ്മിങ് വീഡിയോസിൽ നമ്മൾ ഇതുപോലെ ഈ ബ്ലാക്ക് ജേർണൽ കിറ്റ് എന്നുള്ള രീതിക്ക് സപ്ലൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് എല്ലാതും ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ കട്ടറാണ് യൂസ് ചെയ്തിരുന്നത്. അത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു പെർഫെക്ഷൻ കിട്ടാത്തൊരു ഫീൽ വന്ന്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പ്രെസിഷൻ നൈഫ് എടുത്തത്. അതാകുമ്പോൾ നല്ല ഈസിയാണ്, പിന്നെ നല്ല നീറ്റ്നെസ്സും കിട്ടും. ഇതുപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 20 ഷീറ്റ്സോളം കിട്ടും. 20. അപ്പോൾ ഇത് പേപ്പർ ബൈൻഡർ വെച്ചിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്യാം. കവർ പേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബുക്കിൻ്റെ ഒരു 1/2 to 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 2 പീസ് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ കുറച്ച് പോർഷൻ വിട്ടിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാണ്ട് കുറച്ച് തിക്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ വേറൊരു പീസ് വെച്ചിട്ട് ചെയ്യും. ഇത് പേപ്പറിന് കുറച്ച് തിക്നെസ് കുറവായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. കവർ ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ ടൈപ്പ് ഇല്ലേ, ഡബിൾ സൈഡഡ്, അതാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. മറ്റേത് പറഞ്ഞാൽ നമ്മൾ ഫെവിക്കോൾ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ആയാൽ ആ അടയാളമൊക്കെ വീഴും. പിന്നെ നമ്മൾ ആ കാർഡ്ബോർഡ് കാണുന്ന ഏരിയയിൽ ഒരു വേറെ പേപ്പർ എടുത്ത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് കവർ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിക്കണം ഒരു റിബണും കൂടെ അവിടെ വെക്കണമല്ലോ എന്ന്. കാരണം ഞാൻ ഒരു സ്ക്രാപ്പ് ബുക്ക് ടീമിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഈ ജേർണലിൽ വിചാരിച്ചത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് ആ സ്റ്റിക്ക് ചെയ്ത ഭാഗം ഒന്ന് അടർത്തി എടുത്തിട്ട് വീണ്ടും റിബൺ വെക്കാൻ വേണ്ടിയിട്ട് ആക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ലാസ്റ്റ് ഒന്ന് ടൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്യാൻ വെച്ചത് എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പേജും ബാക്കിലത്തെ പേജും ഒന്ന് ആ കവർ പേജും ഒന്ന് വൃത്തിക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലാണ് നമുക്ക് കുറച്ചുകൂടെ സെക്യൂർ ആവുള്ളൂ. പിന്നെ അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു ലുക്ക് കിട്ടും. പിന്നെ നമുക്ക് കവർ പേജ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ജാറിൻ്റെ ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ. പിന്നെ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ടിഷ്യൂ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചത്. പിന്നെ ഞാനത് അടർത്തി മാറ്റിയിട്ട് ഡബിൾ സൈഡഡ് ടാപ്പ് മറ്റേത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പീസ് ഓഫ് പേപ്പേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ജേർണലിംഗ് എഴുതി കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് മറ്റേ കട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതും അതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ജാറിൽ നിന്ന് സ്പ്രെഡ് ആവുന്ന രീതിക്കാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. അതുപോലെ കുറച്ച് ലൈൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ബോയിൽ നമുക്ക് ഏതെങ്കിലും ബ്രൗൺ പേപ്പറോ അങ്ങനെ എന്ത് വെച്ചിട്ടാണെങ്കിലും ആ ബോ ഉണ്ടാക്കാം. അങ്ങനെ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി ഈ ഒരു ജേർണൽ ബുക്ക്. അപ്പോൾ കാൻഡിലൊക്കെ കത്തിച്ചത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജേർണലിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ പേജ് ഞാൻ ജേർണലിംഗ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് മോട്ടിവേറ്റഡ് കോട്ട്സും അതുപോലെ കുറച്ച് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര ആയപ്പോൾ തന്നെ ഈ ജേർണലിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. ജേർണൽ ബുക്കും ആയി, ജേർണലിംഗും ആയി.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റയർ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ.